Welcome to Plus 2 Exam Package Part 24. Find the resistance R in the circuit, DC circuit, Ohm's law DC circuit. Find resistance R in the circuit shown below. ഇത് 210 വോൾട്ട്, ഇതിൽ നിന്നുള്ള കറണ്ട് 10.5 ആംപിയർ, ഇത് 30 ഓം. ഈ ആറാ കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് അൺനോൺ. ഇതിലെ കറണ്ട് I1 എന്നിരിക്കട്ടെ, ഇതിപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട് ഇത്രയും ഒക്കെ. അത് നമുക്ക് I1 കാണാമല്ലോ. ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇവിടെ ഒന്നുമില്ല, ബാറ്ററിക്ക് ഉണ്ടായിരുന്നു, ഇവിടെ തന്നേന്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം പാരലൽ, ഇതിപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ബേസിക് പല പ്രാവശ്യം പല പോസ്റ്റിങ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓംസിൽ, പല ഷോർട്ട് കട്ടുകൾ ഇങ്ങനെയൊക്കെ പലത്. വീണ്ടും വീണ്ടും ഞാനിത് പോസ്റ്റ് ചെയ്യുക, പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. എവിടെ പാരലൽ കോമ്പിനേഷൻ വന്നാൽ രണ്ടിനെയും വോൾട്ടേജ് എപ്പോഴും സെയിമാണ്. അത് കപ്പാസിറ്റർ ആയിക്കോട്ടെ, റെസിസ്റ്റർ ആയിക്കോട്ടെ, എന്ത് മണ്ണാങ്കട്ട ആയിക്കോട്ടെ, പാരലാണോ വോൾട്ടേജ് സെയിമാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് സെയിമാണ്. ഈ വോൾട്ടേജ് ഈ അപ്ലൈഡ് വോൾട്ടേജ് തന്നെയാണ്, ബാറ്ററി DMF തന്നെ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടെർമിനൽ PDA ഇതിൻ്റെ ഇവിടെ വരത്തുള്ളൂ. ഇപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ വോൾട്ടേജും 210 വോൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് I1 കാണാം, ഇതുവഴിയുള്ള കറണ്ട് V = IR, അപ്പോൾ I = V/R. I1 is 210/30. It is 7 ആംപിയർ. ഇതിലെ കറണ്ട് കാണാൻ ഈ 10.5 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് 10. അല്ല, 7 ആംപിയർ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് I2 = 10.5 - I1. That is 10.5 - 7 or 3.5 ആംപിയർ. ഓക്കെ, ഇനി അതിൻ്റെ വോൾട്ടേജ് എത്ര? അതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I2 × R. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I2 × R ഓംസിനനുസരിച്ച്. അതെത്ര? 210. രണ്ടിൻ്റെയും വോൾട്ടേജ് സെയിം അല്ലേ? അപ്പോൾ അടുത്ത പോയിൻ്റ് I2 × R = 210. സോ R = 210/I2. That is 210/I2 നമുക്കിപ്പോൾ കിട്ടി 3.5. That is 60 ohm. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 98. Find the equivalent resistance of the triangular network shown below. ABC 2 ohm, 4 ohm, 6 ohm. ഇതിൻ്റെ ഇക്വലൻ്റ് കാണാൻ ഇതിന് 3 ഇക്വലൻ്റ് കാണണം. ആദ്യം RAB, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഇക്വലൻ്റ്. RAB എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എയിൽ നിന്നൊരു കറണ്ട് ഇങ്ങോട്ട് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എയിലോട്ട് ചെല്ലുന്നു എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് ഇത് രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്യും. കറണ്ട് എവിടെ ബ്രാഞ്ച് ചെയ്യുന്നോ അത് രണ്ടും പാരല്ല. കറണ്ട് ബ്രാഞ്ച് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സീരീസാണ്. അപ്പോൾ ഇത് രണ്ടും പാരല്ല, കാരണം ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കയറുന്ന കറണ്ട് അത് തന്നെ ഇതിൽ കൂടെ പോവുക, ബ്രാഞ്ചിങ് ഒന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും സീരീസും ഇത് പാരല്ലും. അപ്പോൾ RAB എന്നെഴുതിയിട്ട് നമുക്കറിയാം 6 ohm സീരീസ് 4 ohm. 6 ohm സീരീസ് 4 ohm. സീരീസ് ആകുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ, ഇക്വലൻ്റ്. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 6 + 4 10 ohm. ഈ 10 ohമും ഈ 2 ohമും കൂടെ പാരല്ല.
അപ്പോൾ ദിസ് 10 ohm പാരലൽ 2 ohm ഈക്വൽസ് R1 R2 by R1 plus R2. That is 10 into 2 by 10 plus 2, 20 by 12. That is 5 by 3 ohm. അപ്പോൾ എക്ക് ബിക്ക് ഇടയ്ക്കുള്ള ഇക്വലൻ്റ് കിട്ടി. അടുത്ത ആർ ബി സി. അപ്പോൾ ഇവിടുന്ന് കറണ്ട് എൻട്രി ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ഇങ്ങോട്ടും ബ്രാഞ്ച് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും പാരല്ല. ഈ വരുന്ന കറണ്ട് നേരെ ഇങ്ങോട്ടും ഇത് രണ്ടും സീരീസാണ്. അപ്പോൾ ചുരുക്കത്തിൽ 2 ohm സീരീസ് 6 ohm. അപ്പോൾ എൻ്റെ ഇക്വലൻ്റ് എത്ര? 2 + 6 = 8 ohm. ഈ 8 ohmഉം ഈ 4 ohmഉം കൂടെ പാരലൽ. അപ്പോൾ 8 ohm പാരലൽ 4 ohm = 8 × 4 by 8 + 4. It is 32 by 12 or 8 by 3 ohm. ഇനി ഒന്നുകൂടെ കാണാനുണ്ട്. RAC. അപ്പോൾ ഇവിടുന്ന് കയറുന്ന കറണ്ട് ഇങ്ങോട്ടും ബ്രാഞ്ച് ചെയ്യുന്നത്. ഇത് രണ്ടും പാടില്ല. ഇതിൽ കയറുന്ന കറണ്ട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഇത് സീരീസ് 2 4 സീരീസ്, ഇത് പാരലൽ. അപ്പോൾ അടുത്തത് RBC 2 ohm സീരീസ് 4 ohm = 2 + 4 6 ohm. ദിസ് 6 ohm പാരലൽ ടു 6 ohm. രണ്ട് തുല്യ റെസിസ്റ്റൻസുകൾ പാരലൽ വന്നാൽ ഒരെണ്ണത്തിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. n റെസിസ്റ്റൻസ്, ഓരോന്നും 6 ohm ഉള്ള n റെസിസ്റ്റൻസസ് പാരലൽ കണക്ക് ഇക്വലൻ്റ് ഈസ് R/n. ഒരെണ്ണത്തിൻ്റെ വാല്യൂവിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 6/2 that is 3 ohm. അതാണ് ഇക്വലൻ്റ്. ദറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ഈ ട്രയാങ്കിൾ നെറ്റ്വർക്കിൻ്റെ ഇക്വലൻ്റ് ചോദിച്ചാൽ 3 ആൻസർ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 99. ഫൈൻഡ് PD across each resistor shown below. ഈ സർക്യൂട്ട് തന്നിട്ടുണ്ട്. 24 വോൾട്ടിൻ്റെ ബാറ്ററി. ഇത് 4 ohm 8 ohm 2 ohm 6 ohm. ഇതിൻ്റെ വോൾട്ടേജ് V1 V2 V3 V4 ഇതാ കാണേണ്ടത്. ഇപ്പോൾ മുമ്പേ കണ്ട പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. ഇതും പാരലൽ. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചിൻ്റെയും വോൾട്ടേജ് സെയിമാണ്. അത് ഈ 24 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെടുക്കാം. ഈ ബ്രാഞ്ച് ഇവിടെ 4 8 8 4 12 ഓമിന് 24 വോൾട്ടാണ്. എങ്കിൽ 4-ന് എത്ര, അതുപോലെ 8-ന് എത്ര എന്നെല്ലാം കാണാം. അപ്പോൾ V1 ആദ്യം കാണാം. അപ്പം 24 4 8 12 12-ന് 24 എങ്കിൽ 4-ന് എത്ര? സിമ്പിൾ അരിത്മെറ്റിക്. 24/8 + 4 × 4 that is V1 = 8 volt. ഇത് 8 വോൾട്ടാണ്. പിന്നെ ഇതെത്ര? മൊത്തം 24 വോൾട്ടായി ചെന്നിരിക്കുന്നത്. ഇപ്പം V2 = 24 - V1 or 24 - 8 that is 16 volt. 16 volt. ഇതുപോലെ ഇനി അപ്പോൾ V1 കിട്ടി V2 കിട്ടി. ഇതുപോലെ ഇവിടെ കാണാം. ഇവിടെ 6-ന് 2 8 8-ന് 24 എങ്കിൽ 2-ന് എത്ര? 6-ന് എത്ര? അപ്പോൾ V3 2 3 ആവും. അല്ല 2 ആവും. 2 + 6-ന് 24 എങ്കിൽ 2-ന് എത്ര? That is 6 volts. എങ്കിൽ V4 is 24 - 6. That is 18 volts. അടുത്ത ചോദ്യം. Question number 100. Find current through the 2 ohm resistance in the circuit given below. ഇത്
21 വോൾട്ട്സ് ഇ എം എഫ് 21 വോൾട്ട് ഈ ബാറ്ററിയുടെ 1 ഓം 2 ഓം 4 ഓം 6 ഓം ഈ കറണ്ടാണ് കാണേണ്ടത് I1. അപ്പോൾ ആദ്യം ഈ സർക്യൂട്ടിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണണം, മൊത്തം കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇതും പാരല്ല. 2 ഓം പാരലൽ 4 ഓം പാരലൽ 6 ഓം R1 R2 R3 by R1 R2 plus R2 R3 plus R3 R1. But 2 into 4 into 6 by 2 into 4 plus 4 into 6 plus 2 into 6 plus 6 into 2. That is 48 by 44 ohm. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നാൽ 48 പ്ലസ് ബൈ 44 ഓം. അതും ഈ 1 ഓമും കൂടെ സീരീസാണ്. അപ്പോൾ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 48 by 44 ഓം സീരീസ് 1 ഓം. 48 by 44 plus 1 is 2.1 ഓം. ഇതാ സർക്യൂട്ടിൻ്റെ മൊത്തം റെസിസ്റ്റൻസ്. എങ്കിൽ R is 2.1 ഓം. എങ്കിൽ സർക്യൂട്ടിൽ നിന്ന് ബാറ്ററിയിൽ നിന്നുള്ള ടോട്ടൽ കറണ്ട് I ഈക്വൽസ് EMF by total resistance 21 by 2.1. That is 10 ampere. 10 ampere. അപ്പോൾ മൊത്തം കറണ്ട് കിട്ടി. ഇനി നമുക്ക് I1 ആകാണ്ട്. ഈ മൊത്തം കറണ്ട് ഇങ്ങോട്ട് വന്നാൽ അതിലൊരു പാർട്ട് I1 ആയിട്ട് പോകും, മറ്റേ പാർട്ട് ഇതിൽ കൂടെ പോകും. ഇങ്ങോട്ട് തിരിയും. ഈ ബ്രാഞ്ചിൻ്റെ ഇക്വലൻ്റ് ആദ്യം കണ്ടുപിടിക്കണം. 4ഉം 6ഉം കൂടെ പാരല്ല. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് 4 into 6 by 4 plus 6. That is 2.4. അല്ലേ? 4 ohm parallel 6 ohm equals 4 into 6 by 4 plus 6. That is 2.4 ohm. എങ്കിൽ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കണം. ഈ വരുന്ന കറണ്ടിൻ്റെ ഒരു പാർട്ടാണ് ഇത് കൂടെ ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്നത്. അത് കാണണമെങ്കിൽ കറണ്ട് ഡിവിഷൻ റൂൾ I1 ഈക്വൽസ് വരുന്ന ടോട്ടൽ കറണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദീസ് 3 ബ്രാഞ്ചസ് ദി ഹോൾ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച്. അതായത് I by 2 plus 4 plus 6 into ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഈ ബ്രാഞ്ചിൻ്റെ ഇതിങ്ങോട്ട് വരുന്ന ഈ രണ്ടും കൂടെ ചേരുന്ന ഈ ബ്രാഞ്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 2.4 ആണ്. ഇതാ കറണ്ട് ഡിവിഷൻ റൂള്. അപ്പോൾ I1 ഈക്വൽസ് I by sigma R സം ഓഫ് ദി ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച്. ഏത് ബ്രാഞ്ചിലെ കറണ്ട് കാണണോ അത് മറ്റേ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് വേണം ഇവിടെ മൾട്ടിപ്ലൈ. അപ്പോൾ I1 ഈക്വൽസ് 10 by 2 plus 4 plus 6 into 2.4. That is 24 by 12, 2 ampere. That is the answer. 101. Find the current in the branch AB and potential difference between A and B. Circuits. ഇത് 10 ohm 30 ohm AB ഇങ്ങനെ കാണിച്ച ഷോർട്ട് 0 റെസിസ്റ്റൻസ് എന്ന അർത്ഥം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒത്തിരി. ഈ ബ്രാഞ്ചിലെ കറണ്ടാണ് കാണേണ്ടത്. ഓംസിലെ അപ്ലൈ ആണ്. ഇത് 12 വോൾട്ട്സ്. അപ്പോൾ I ഈക്വൽസ് EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. I ഈക്വൽസ് 12 ബൈ ഈ 10 എടുത്താൽ മതി ടോട്ടൽ റെസിസ്റ്റൻസ്. കാരണം ഈ 30 ഓമിന് ഇവിടെ ഒരു ആക്ഷനും ഇല്ല. ഇവിടുന്ന് വരുന്ന കറണ്ട് ഇവിടെ 0 റെസിസ്റ്റൻസ് ഉള്ള വഴി ഇവിടെ കിടക്കുമ്പോൾ പിന്നെ ഇതിന് ഇങ്ങോട്ട് കറണ്ട് ഇങ്ങോട്ട് എത്തി നോക്കുക പോലും ഇല്ല. റെസിസ്റ്റൻസ് 0 ഇവിടെ. അപ്പോൾ അതുവഴി ഭൂന്നിങ്ങ് പോരും. ഇത് വെറുതെ ഐഡിയലായിട്ട് അവിടെ വായി നോക്കി ഇരിക്കത്തേ ഉള്ളൂ. ഇതിൽ കൂടെ കറണ്ടേ ഒഴുകില്ല.
അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എടുക്കരുത്, ടോട്ടൽ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെയുള്ള കേസിൽ അപ്പോൾ പാരലായിട്ട് ഷോർട്ട് സീറോ റെസിസ്റ്റൻസ് പാത്ത് എവിടെ ഉണ്ടെങ്കിലും അത് ഇന്നെഫക്റ്റീവ് ആവും. അപ്പോൾ ചുരുക്കത്തിൽ I ഈക്വൽസ് 12/10 എന്നെടുത്താൽ മതി. ദറ്റ് ഈസ് 1.2 ആംപിയർ. അപ്പോൾ ഇതിലെ കറണ്ട് കിട്ടി 1.2 ആംപിയർ. ഈ വരുന്ന കറണ്ട് നേരെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇതിലെ കറണ്ട് 1. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I/R. ഇതിൻ്റെ R 0 ഷോർട്ട് ആകുമ്പോൾ റെസിസ്റ്റൻസ് 0. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I 1.2 ഇൻറ്റു റെസിസ്റ്റൻസ് ഈസ് 0. So VAB equals 0. That is the answer. 102. Assuming the diode to be an ideal one, find current in 10 ohm resistance and voltage across 20 ohm. 1. Keeping the key K open. 2. K close. That's a good. ഇതൊരു ഐഡിയൽ ഡയോഡാണ്. ഈ കെ ഓപ്പൺ ചെയ്തിടുമ്പോൾ കറണ്ട് എത്ര, ഈ കറണ്ട് എത്ര, ഇതിലെ കറണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കറണ്ട് ഇതിൻ്റെ വോൾട്ടേജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞും ഈ കറണ്ടും ഇതിൻ്റെ വോൾട്ടേജും എടുക്കണം. ഈ ഡയോഡിൻ്റെ N ടൈപ്പ് ബാറ്ററിയുടെ പ്ലസിലോട്ട് വന്നിരിക്കുക. ഇതിപ്പോൾ റിവേഴ്സ് ബയസിലാണ്. റിവേഴ്സ് ബയസ് ആണെങ്കിൽ ഐഡിയൽ ഡയോഡിൻ്റെ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. ഫോർവേഡ് ബയസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് 0. അപ്പോൾ ആദ്യം കീ ഊരിയിട്ടിരിക്കുന്ന കേസ് 1. I ഈക്വൽസ് EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 30 വോൾട്ട് ആയത് 30 ബൈ ഇപ്പോൾ ഇത് കീ ഊരിയിട്ടിരിക്കുകയല്ലേ, ടോട്ടൽ റെസിസ്റ്റൻസ് ഇത് രണ്ടും കൂടെ സീരീസാണ് 20 + 10 ദറ്റ് ഈസ് 30/30 or 1 ആംപിയർ. ഇനി ഇതിൻ്റെ വോൾട്ടേജ് IR 1 × 20. ഇപ്പോൾ PD across 20 ohm equals I × R. I is 1 ampere into 20. That is 20 volts. അപ്പോൾ ഇതാണ് കീ ഊരിയിട്ടിരിക്കുമ്പോഴുള്ള വാല്യൂസ്. ഇനി കീ ക്ലോസ് ചെയ്യുന്നു. കീ ക്ലോസ് ചെയ്യേണ്ട എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. കീ ക്ലോസ് ചെയ്താൽ ഇത് ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് നിൽക്കുമല്ലോ. റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്, ഇങ്ങോട്ടൊന്നും വരത്തില്ല. നോ ചേഞ്ച്. കീ ഊരിയിട്ടിരിക്കുമ്പോൾ ബലത്തിൽ ഇവിടെ എയറുണ്ട്. ഈ പാത്തിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി തന്നെ. എയറിൻ്റെ റെസിസ്റ്റൻസ് ഈ കേസിലൊക്കെ ഇൻഫിനിറ്റി എന്നാണ് എടുക്കണ്ടേ. സ്വിച്ച് ഊരിയിടുമ്പോൾ ഇവിടെ കറണ്ട് ഇല്ലല്ലോ. ഇത് സ്വിച്ച് കുത്തിക്കഴിയുമ്പോൾ റിവേഴ്സ് ബയസിലെ ഡയോഡ് ഐഡിയൽ ഡയോഡാകുമ്പോൾ റിവേഴ്സ് ബയസിലെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ കീ ഊരിയിട്ടിരിക്കുന്ന സമയത്തെ അതേ ഫലം തന്നെയാണ് കീ കുത്തിക്കഴിഞ്ഞു. അപ്പോൾ കറണ്ട് വോൾട്ടേജ് ഈ വാല്യൂസ് തന്നെ സെയിം. Thank you. We will see more questions in the coming postings.